അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഡൽഹിയിൽ പ്രതിഷേധം. ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിലാണ് പ്രതിഷേധം. ഫലസ്തീനിൽ നടക്കുന്ന വംശഹത്യയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് CPI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ ആവശ്യപ്പെട്ടു. െതിരെ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് ഇടത് പാർട്ടികൾ തീരുമാനിച്ചിരുന്നത്. ഇവരുടെ യുദ്ധവെറിക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധത്തിനാണ് ജന്തർ മന്ദറിൽ അരങ്ങൊരുക്കിയിരിക്കുന്നത്. പക്ഷേ ഈ അനുമതി ഡൽഹി പോലീസ് നൽകിയിട്ടില്ല. ഇതേക്കുറിച്ച് സംസാരിക്കാനായി ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ദേവരാജൻ ചേരുകയാണ്. എന്താണ് പോലീസ് ഇങ്ങനെ ഒരു പൊടുന്നനെ ഒരു അനുമതി നിഷേധിക്കാനുള്ള കാരണം? സത്യത്തിൽ എന്താണ് കാരണം നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രതിഷേധം കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം ഈ പോലീസ് നടപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഡൽഹി പോലീസ് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായിട്ടുള്ള ഒരു നീക്കവും നമ്മുടെ രാജ്യത്ത് അനുവദിക്കില്ല എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ആലോചനയുടെ ഫലമായിട്ടായിരിക്കാം ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ പാർലമെൻറ്റിന് മുന്നിൽ ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പരിപാടികൾക്ക് ആവശ്യമായിട്ടുള്ള പോലീസ് പെർമിഷന് വേണ്ടുന്ന അപേക്ഷ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. മാത്രവുമല്ല 5 ഇടതുപക്ഷ പാർട്ടികളുടെ സംയുക്തമായിട്ടുള്ള പ്രതിഷേധമാണെന്ന് അറിയിച്ചിട്ടുള്ളതുമാണ്. എന്നിട്ടും ആ അനുമതി നിഷേധിച്ച നടപടി, വിശേഷിച്ചും ഇന്നേ ദിവസം അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ ദിവസം ഈ അനുമതി നിഷേധിച്ച നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധം. ഇപ്പോൾ തന്നെ ഇടതു പാർട്ടിയിലെ പല പ്രവർത്തകരും ഇപ്പോൾ ഇത് ബാരിക്കേഡിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. കാര്യം പോലീസ് അവരെ തടയുകയാണ്, ഇങ്ങോട്ട് കടത്തി വിടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അടുത്ത നടപടി? അല്ല, ഈ ജന്തർ മന്ദിറിൽ വലിയ വിശാലമായ ഇടമായിരുന്നു നേരത്തെ. ഇതിങ്ങനെ ചുരുക്കി 4 വശവും കെട്ടിയടച്ച് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇടതു പാർട്ടികളുടെ പ്രവർത്തകർ ഈ പറഞ്ഞതുപോലെ തന്നെ സുമോദ് പറഞ്ഞതുപോലെ ഈ ബാരിക്കേഡിന് പുറത്താണ്. അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ അവരെ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. കാരണം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് മൂലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അകത്തോട്ട് കടത്തി വിടുന്നില്ല. ഏതായാലും ഞാനിപ്പോൾ DCPയുമായി സംസാരിച്ചു, കമ്മീഷണർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസുമായിട്ട് സംസാരിച്ചു. അവർ പോലീസ് തലത്തിൽ ചർച്ച നടത്തുകയാണ്, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ആലോചിക്കുകയാണ്. ഏതായാലും നിലവിൽ ഈ പരിപാടി നടത്തുവാനുള്ള അനുവാദം നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഡൽഹി പോലീസ് ഒരു അന്തിമമായ അനുമതി നൽകിയില്ലെങ്കിൽ പോലും ഈ അനുമതി നൽകാത്ത സാഹചര്യത്തിലും പരിപാടിയായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക തന്നെയാണോ ചെയ്യുക? പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിഷേധം ഏത് രൂപത്തിലാകണമെന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമൊന്നുമില്ല. പ്രതിഷേധം നടത്തും. മറ്റ് ഇടതു പാർട്ടികളുടെ നേതാക്കന്മാരും പ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടായൊരു തീരുമാനമെടുത്തിട്ട് ഇന്നിനി ഏത് രീതിയിലായിരിക്കണം പ്രതിഷേധം, ഇനി എങ്ങനെയാണ് പോലീസിനെ സമീപിക്കേണ്ടത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കും. ഏതായാലും ഈ അമേരിക്കൻ ഇസ്രയേൽ യുദ്ധ ഉത്സുകതയ്ക്കെതിരായിട്ടുള്ള ജനരോഷം ഈ രാജ്യത്ത് പ്രകടിപ്പിക്കുവാനുള്ള അനുവാദം ജനാധിപത്യം നമുക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. പ്രതിഷേധങ്ങൾക്ക് പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെയാണ് ഇപ്പോൾ CPM അതുപോലെ തന്നെ CPI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിവരങ്ങളാണ് ധനസുമോദ് നൽകിയത്.